ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ COVID-19 കേസുകളുടെ പുതിയ വർധനവ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇതിന് പ്രധാനമായും നിംബസ് എന്ന പുതിയ വകഭേദം കാരണമായിട്ടുണ്ട്. 2025 ജനുവരിയിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ ഒമൈക്രോണിന്റെ ഒരു ഉപവകഭേദം ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലേക്ക് അതിവേഗം പടരുകയാണ്. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓൺ ഷെയറിംഗ് ഓൾ ഇൻഫ്ലുവൻസ ഡേറ്റ പ്രകാരം കാലിഫോർണിയ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഇലിയാനൂസിസ് എന്നിവയുൾപ്പെടെ കുറഞ്ഞത് 13 US സംസ്ഥാനങ്ങളിൽ നിംബസ് വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. UK-യിൽ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മെയ് 31 അവസാനിച്ച ആഴ്ചയിൽ ആശുപത്രി പ്രവേശനത്തിൽ 10% വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 947 രോഗികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏഷ്യയിലെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ചൈന, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അണുബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ കോവിഡ് മൂലമുള്ള മരണങ്ങൾ തിങ്കളാഴ്ച 100 കവിഞ്ഞത് ആരോഗ്യ മേഖലയിൽ ആശങ്കയുളവാക്കുന്നു. എന്നിരുന്നാലും ഈ വകഭേദത്തിന്റെ കേസുകളൊന്നും ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. NB.1.8.1 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന നിംബസ് സ്ട്രെയിൻ ഒമിക്രോണിന്റെ പിൻഗാമിയാണ്. ലോകാരോഗ്യ സംഘടന ഇതിനെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള 6 വകഭേദങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.